ഈ സമൂഹ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പ്രതിലോമ ഘടകങ്ങളോട് പൂർണ്ണ സന്ധിയാണ് യു ഡി എഫിന്. യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതിന് വ്യക്തിത്വമുള്ള നയമില്ല. യു ഡി എഫ് പൂർണ്ണ അവസരവാദമാണ്. രാഷ്ട്രീയ അവസരവാദം കൊണ്ട് നിലനിൽപ്പുറപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുടെ ഉൽപ്പന്നമല്ല. വർഗീയതയുമായി സ്ഥിരസന്ധി ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് കേരളത്തിലെ യു ഡി എഫ്, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി. അപ്പോ കേരളത്തിന്റെ ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനും ഗുണപരമായൊരു പങ്ക് അവർ വഹിച്ചിട്ടില്ല. കേരളത്തിന്റെ സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനത്തിൽ, കാർഷിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ, ഇപ്പൊ നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ മുന്നേറ്റത്തിലൊക്കെ തന്നെ നെഗറ്റീവ് റോളാണ്. കേരളത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് റോളാണ് ഇവരുടേത്. അപ്പോ അത് വളർച്ചയ്ക്കല്ല, തളർച്ചയ്ക്കാണ്. ആ യു ഡി എഫ് പരിശ്രമങ്ങളാണ് എല്ലാ കാലത്തും വരെ നടത്തി പോകുന്നുള്ളത്. അപ്പൊ സ്ഥിരമായി വർഗീയതയുമായ സന്ധി എന്താണ്? യു ഡി എഫിന്റെ വ്യക്തിത്വം. അത് ഹിന്ദുത്വ വർഗീയതയുമായിട്ട് ഒരു സന്ധി ചെയ്യാറുണ്ട്. മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്ഥിര സഖ്യം അവര് അനേക ദശാബ്ദങ്ങളായിട്ട് നിലനിർത്തുകയാണ്. അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷം അത്തരം നിലപാടുകളില്ലാതെ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഇക്കാര്യത്തിലെല്ലാം സ്വീകരിച്ചതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കേരളീയ സമൂഹത്തിൽ ഇവർക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് വിലയിരുത്താൻ പോവുകയാണ്. ഒരു ബദൽ രാഷ്ട്രീയ സമീപനം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാനും കോൺഗ്രസിന് ഇല്ല, അവർക്ക് സാധിക്കുന്നുമില്ല. അപ്പൊ അവസരവാദപരമായ നിലപാടുകളിലൂടെ കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. അവര് എല്ലാ വർഗീയതയുമായി സന്ധി ചെയ്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പോലും അവരുടെ വർഗീയ വിപുലീകരണത്തിന്റെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ കാണാൻ കഴിയും. ഈ ഇടക്കാലത്ത് യു ഡി എഫ് അതിൻ്റെ മുന്നണിയുടെ വർഗീയ ഘടനയെ ഒന്ന് വിപുലീകരിക്കേണ്ടായി. നേരത്തെ ലീഗ് യു ഡി എഫിനുണ്ടായിരുന്നു. ലീഗ് വഴി ജമാഅത്തെ ഇസ്ലാമി, മതമൗലികവാദ ചിന്താഗതിയുള്ള രാഷ്ട്രീയം ഉയർത്തി പിടിക്കുന്നവരാണ്. അവരെ കൂടി മുന്നണിയിലേക്ക് ആകർഷിച്ച് പിടിച്ച് അവരുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലാണ് രാഷ്ട്രീയ നിലപാടുകൾ യു ഡി എഫ് വെളിപ്പെടുത്തിയതും നടപ്പിലാക്കിയത്. അപ്പൊ ആ നിലയിലുള്ള അവരുടെ മുന്നണിയുടെ വിപുലീകരണത്തിന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാൻ കഴിയും. പല സുരക്ഷിത മണ്ഡലങ്ങളിലും രാഷ്ട്രീയ നിലപാടിനേക്കാൾ ഉപരിയായിട്ട് മതനിലപാടുകൾ വ്യക്തമാക്കിയ ആളുകൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറയുന്നവർക്ക് ഏറ്റവും സുരക്ഷിത മണ്ഡലം കിട്ടുന്നിടത്ത്, നൽകുന്നിടത്ത് രാഷ്ട്രീയത്തെ എവിടേക്കാണ് വഴിമാറ്റുന്നതെന്ന് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അത് ഒരു സ്ഥാനാർത്ഥി മാത്രമാവില്ല. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത്തരം ഘടകങ്ങളെ നന്നായിട്ട് ക്യാറ്റർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസും ലീഗും യു ഡി എഫും എന്ന് കാണാൻ കഴിയും. അത് പൊതുവെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ബി ജെ പി തന്നെ നമുക്ക് അവരുടെ സ്ഥിരമായ നിലപാടുകളാണ്. ഇപ്പോൾ എത്രത്തോളം വർഗീയമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാനാവുമോ എന്ന പരിശ്രമം ബി ജെ പിയുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ് അവരുടെ സ്ഥാനാർത്ഥികളിൽ ചിലർ ഇപ്പൊ നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കാതെ ഈ മതവൽക്കരിച്ച് അതിന്റെ ലാഭം ഉണ്ടാക്കാനാവൂ എന്നുള്ള പരിശ്രമം യു ഡി എഫും കോൺഗ്രസും നടത്തുന്നുണ്ട്. അത് മതനിരപേക്ഷതയ്ക്കെതിരാണ്, നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ സൗഹാർദ്ദത്തിന് തടസ്സം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇവിടെ ലെഫ്റ്റ്, ഇടതുപക്ഷം വളരെ വ്യക്തതയുള്ള നിലപാടാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന്റെ, വിശേഷിച്ച് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഭരണ നേട്ടങ്ങൾ എന്നത്
കേരളം അനുഭവിച്ചറിയുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ കഴിയുകയും അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഇന്നത്തെ കാലത്ത് 1,00,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന പരിപാടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിലെ യാഥാർത്ഥ്യങ്ങളായിട്ട് കേരളത്തിൻ്റെ ഈ മഹാനേട്ടങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. കേരളത്തിലൊരു ദേശീയപാത 6 വരി പാതയും 2 വരി സർവീസ് റോഡും ആയിട്ട് ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അത് ഇടതുപക്ഷത്തെ നിരാകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ വളർച്ചയെ നിരാകരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്.